أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر وإذا عزمت فتوكل على الله إن الله يحب المتوكلين. आयत का तर्जुमा है कि बस अल्लाह की खास रहमत की वजह से ഈ ആയത്തിന്റെ തർജ്ജമ ഇപ്രകാരമാകുന്നു: അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് തന്നെയാണ് നീ അവരോട് സൗമ്യമായി വർത്തിക്കുന്നത്. നീ പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ അവർ നിന്റെ ചുറ്റുനിന്നും ചിതറിപ്പിരിഞ്ഞു പൊയ്ക്കളയുമായിരുന്നു. അതിനാൽ അവർക്ക് നീ മാപ്പ് നൽകുകയും അവർക്കായി പാപമോചനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കുകയും പ്രധാന കാര്യങ്ങളിൽ അവരുമായി കൂടിയാലോചന നടത്തുകയും ചെയ്യുക. അങ്ങനെ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ അള്ളാഹുവിങ്കൽ ഭരമേൽപ്പിക്കുക. തീർച്ചയായും അള്ളാഹു തന്നിൽ ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഈ ദിവസങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ജമാഅത്തിന്റെ മജ്ലിസ് ശൂറ സംഘടിപ്പിക്കുകയാണ്. ചില രാജ്യങ്ങളിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ചിലയിടങ്ങളിൽ ഈ ആഴ്ചയും മറ്റ് ചില സ്ഥലങ്ങളിൽ അടുത്ത ആഴ്ചയും നടക്കുന്നതാണ്. ജർമ്മനിയുടേത് ഇന്ന് ആരംഭിക്കുകയാണ്. അതോടൊപ്പം മറ്റ് പല രാഷ്ട്രങ്ങളുടേതും ആരംഭിക്കുന്നു. അടുത്ത ആഴ്ച UK മജ്ലിസ് ശൂറ ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം മറ്റൊരു ചില രാജ്യങ്ങളും ഭാഗവാക്കാണ്. ശൂറയുടെ പ്രാധാന്യത്തെയും പ്രതിനിധികളുടെ ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് ഞാൻ നേരത്തെയും ഖുതുബകളിൽ ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അത് കുറേ വർഷം മുമ്പാണ്. അതുകൊണ്ട് ഇന്ന് ഇതേക്കുറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയെയും ജമാഅത്ത് സമ്പ്രദായങ്ങളെയും രീതികളെയും സംബന്ധിച്ച് പറയാമെന്ന് കരുതി. മജ്ലിസ് ശൂറ നടന്നു കഴിഞ്ഞ സ്ഥലങ്ങളിലും അവിടെയുള്ള ശൂറ പ്രതിനിധികൾക്കും അവരുടെ ഉത്തരവാദിത്തങ്ങൾ സംബന്ധിച്ച് ഇതിൽ നിന്ന് പ്രയോജനമെടുക്കാൻ കഴിയുന്നതാണ്. മജ്ലിസ് ശൂറയുടെ ഉത്തരവാദിത്തങ്ങൾ, മജ്ലിസ് ശൂറയുടെ ചില ശുപാർശകളും അതിൽ ഖലീഫയുടെ തീരുമാനവും വന്നതിന് ശേഷമാണ് ആരംഭിക്കുന്നത്. അത് പ്രാവർത്തികമാക്കേണ്ടതും അതിൽ തങ്ങളുടെ ഭാഗം പൂർത്തിയാക്കേണ്ടതും ഓരോ ശൂറ അംഗത്തിൻ്റെയും കടമയാകുന്നു. ഏതായിരുന്നാലും ഈ ഉത്തരവാദിത്തങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതിന് മുമ്പേ
ഞാൻ ഇപ്പോൾ പാരായണം ചെയ്ത ആയത്തിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികളും വിവരിക്കുന്നതാണ്. ഈ ആയത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹത്താൽ തൻ്റെ ഉമ്മത്തിലെ വ്യക്തികളോട് വളരെയേറെ ഹൃദയ നൈർമല്യം ഉള്ളവനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അവിടെ അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നൽകുന്ന മാർഗദർശനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കർത്തവ്യങ്ങളെ മുന്നോട്ട് നയിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ടവരും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനമനുസരിച്ച് തിരുനബിയുടെ ദാസ്യത്വത്തിൽ വരുന്ന വാഗ്ദത്ത മഹദി മസീഹിന്റെ ദൗത്യം പൂർത്തിയാക്കുന്നവരും സ്നേഹവാത്സല്യത്തോടെയും സൗമ്യമായും തങ്ങളുടെ ജോലികൾ നിർവഹിക്കണമെന്നാണ്. അള്ളാഹു പറയുന്നു, സൗമ്യഭാവം കാണിക്കാതെ പരുഷഭാവം പ്രകടിപ്പിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഈ ആളുകളെല്ലാം ദൂരേക്ക് ഓടിപ്പോകുന്നതാണ്. ചുരുക്കത്തിൽ അള്ളാഹു മാപ്പാക്കാനും പൊറുക്കാൻ ദുആ ചെയ്യുന്നതിനും വേണ്ടി കൽപ്പിക്കുകയും അതോടൊപ്പം അവരോട് കൂടിയാലോചന നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഈ മാനദണ്ഡവും പാഠങ്ങളും അനുസരിച്ചാണ് മജ്ലിസ് ശൂറ സംഘടിപ്പിക്കുന്നത്. എന്നാൽ അതിൻ്റെ പേരിൽ നിന്ന് പ്രകടമാകുന്നത് പോലെ തന്നെ ഇത് കൂടിയാലോചന നടത്തുന്നതിനുള്ള സഭയാകുന്നു, തീരുമാനം എടുക്കാനുള്ളതല്ല. അതുകൊണ്ട് പറയുന്നു, കൂടിയാലോചനയ്ക്ക് ശേഷം നീ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതേപ്പറ്റി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചു തുടങ്ങുക. അള്ളാഹുവിൽ അർപ്പണം ചെയ്യുകയാണെങ്കിൽ പിന്നെ അള്ളാഹു അതിനുള്ള ഫലങ്ങളും അനിതര സാധാരണമായ അനുഗ്രഹങ്ങളായി വെളിപ്പെടുത്തുന്നതായിരിക്കും. അർപ്പണത്തിന്റെ ഏറ്റവും ഉന്നതമായ മാതൃക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യക്തിത്വത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിരവധി കാര്യങ്ങളിൽ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് മാർഗദർശനം ലഭിച്ചിരുന്നു. എന്നാൽ അള്ളാഹുവിൽ നിന്ന് വ്യക്തമായ കൽപ്പനയില്ലാത്ത കാര്യങ്ങളിൽ തീർച്ചയായും അവരോട് കൂടിയാലോചന നടത്താൻ പ്രത്യേകമായും കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ കർമ്മവും അള്ളാഹുവിന്റെ ഈ കൽപ്പനയും ജമാഅത്തി ഭാരവാഹികൾ ജമാഅത്തിലെ അംഗങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നും നമ്മൾ പരസ്പരം കൂടിയാലോചന നടത്തണമെന്നും നമുക്ക് പറഞ്ഞു തരാനുള്ളതാണ്. അള്ളാഹുവിന്റെ വലിയ ഔദാര്യം എന്തെന്നാൽ അഹമ്മദിയ ജമാഅത്തിന് അള്ളാഹു ഖിലാഫത്തിന്റെ മഹത്തായ അനുഗ്രഹം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് കാലത്തിന്റെ ഖലീഫയും അള്ളാഹുവിന്റെ കൽപ്പനയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തും അനുസരിച്ച് ലോകത്ത് പരന്നിട്ടുള്ള ജമാഅത്തുകളോട് അവിടങ്ങളിലുള്ള സാഹചര്യങ്ങൾ അനുസരിച്ച് അഭിപ്രായങ്ങൾ തേടുന്നു. അള്ളാഹു ആഗ്രഹിക്കുകയാണെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എല്ലാ കാര്യങ്ങളിലും മാർഗദർശനം നൽകാൻ കഴിയുമായിരുന്നു എന്നതിൽ തർക്കമൊന്നുമില്ല. എന്നാൽ തിരുനബിയോട് ചില കാര്യങ്ങളിൽ അഭിപ്രായം ആരായാൻ കൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങളിൽ അഭിപ്രായം ആരാഞ്ഞത് വാസ്തവത്തിൽ നമ്മളെ ശരിയായ പാതയിൽ നടത്താനും പരസ്പര സഹകരണവും സഹവർത്തിത്വവും മുഖേന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലേക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും ഉമ്മത്തിൽ ഐക്യം സൃഷ്ടിക്കാനും വേണ്ടിയായിരുന്നു. ഇത് സംബന്ധിച്ചൊരു ഹദീസിൽ നിന്ന് വിശദീകരണവും ലഭിക്കുന്നുണ്ട്. ഹസ്രത്ത് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു, ഷാവിർഹും ബിൽ അംർ എന്ന ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവും അവന്റെ റസൂലും ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം അതീതരാണെങ്കിലും അള്ളാഹു ഇതിനെ എൻ്റെ ഉമ്മത്തിനു വേണ്ടി അനുഗ്രഹത്തിന് നിമിത്തമാക്കിയിരിക്കുന്നു.
അതുകൊണ്ട് അവരിൽ നിന്ന് അഭിപ്രായം ആരായപ്പെടുന്നത് അവർ സന്മാർഗത്തിൽ നിന്നും നേർമാർഗത്തിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അഭിപ്രായം ആരായപ്പെടുന്നില്ലെങ്കിൽ അവർക്ക് അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതല്ല. ചുരുക്കത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അഭിപ്രായങ്ങൾക്കും അതീതനായിരുന്നു. പക്ഷേ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അഭിപ്രായം ആരാഞ്ഞു. അങ്ങനെ ഉമ്മത്തിന് മുന്നിൽ ഒരു മാതൃക സ്ഥാപിച്ചു. അത് മുഖേന ഉമ്മത്ത് എപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഭാഗഭാക്കാകുകയും ചെയ്തു. മാത്രമല്ല എപ്പോഴും നേർമാർഗത്തിലും സന്മാർഗത്തിലും ചരിക്കുകയും അപമാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. നമുക്കുള്ളിൽ ശൂറയുടെ സംവിധാനം നിലവിലുണ്ട് എന്നത് അള്ളാഹുവിന്റെ നമുക്ക് മേലുള്ള ഒരു വലിയ ഔദാര്യമാകുന്നു. ഇതിനെ ഓരോ അഹമ്മദിയും പൊതുവായും ഓരോ ശൂറ അംഗവും പ്രത്യേകമായ നിലയിലും വിലമതിക്കുകയും അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കുകയും വേണം. കാരണം അവൻ നമുക്ക് വേണ്ടി നേർമാർഗത്തിന്റെയും സന്മാർഗത്തിന്റെയും സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം സന്ദർഭങ്ങളിലും ഏതെല്ലാം രീതിയിലുമായിരുന്നു അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് വിവരിക്കുന്നതാണ്. ഇതേ രീതി തന്നെയാണ് ഖുലഫാഉർ റാഷിദീനും തുടർന്നു വന്നത്. പിന്നെ ഇക്കാലഘട്ടത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലി ഇസ്ലാമും അതനുസരിച്ച് പ്രവർത്തിക്കുകയുണ്ടായി. പൊതുവിൽ അഭിപ്രായം ആരായുന്നതിന് 3 മാർഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതിലൊരു രീതി ഇപ്രകാരമാണ്. അഭിപ്രായം ആരായേണ്ടത് ആവശ്യമായ കാര്യങ്ങളിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടണമെന്ന് ഒരു വ്യക്തി വിളംബരപ്പെടുത്തുന്നു. അങ്ങനെ ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും അഭിപ്രായങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഖലീഫുമാർ തീരുമാനങ്ങൾ എടുക്കുന്നു. അതായത് ഈ അഭിപ്രായങ്ങൾക്ക് ശേഷം ഇതാണ് നമ്മുടെ തീരുമാനമെന്നും അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നും പ്രഖ്യാപിക്കുന്നു. അക്കാലഘട്ടത്തിൽ ഗോത്ര തലവന്മാരുടെ ഒരു സംവിധാനമുണ്ടായിരുന്നു. അതുകൊണ്ട് പൊതുവിൽ ഗോത്രങ്ങളുടെ ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു. ഒരുപാട് ആളുകൾ സംഘടിച്ചിരുന്നു. എന്നാൽ നേതാവ് അല്ലെങ്കിൽ അമീർ മാത്രമാണ് അഭിപ്രായം പറഞ്ഞിരുന്നത്. അദ്ദേഹമാണ് അവരുടെ പ്രതിനിധി ആയിരുന്നത്. മാത്രമല്ല ജനങ്ങൾ നേതാവ് അല്ലെങ്കിൽ അമീർ തങ്ങളുടെ പ്രാതിനിധ്യത്തിൽ അഭിപ്രായം നൽകി എന്നതിൽ സന്തോഷപൂർവം തൃപ്തരുമായിരുന്നു. എന്നാൽ ആ സമയത്തുള്ള സമ്പ്രദായത്തിന് വിരുദ്ധമായി ആരെങ്കിലും തങ്ങളുടെ അഭിപ്രായം നൽകാൻ ശ്രമിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിങ്ങളുടെ നേതാവിനോട് അല്ലെങ്കിൽ അമീറിനോട് നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കുക എന്ന് പറയുമായിരുന്നു. അല്ലാതെ നിങ്ങളുടെ അഭിപ്രായത്തിന് ഒരു പ്രസക്തിയുമില്ല. ചുരുക്കത്തിൽ ഇതായിരുന്നു രീതി. രണ്ടാമത്തെ രീതി ഇപ്രകാരമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം നൽകാൻ കഴിവുള്ളവരാണെന്ന് മനസ്സിലാക്കിയിരുന്ന ആളുകളെ വിളിക്കുമായിരുന്നു. പൊതുവായി എല്ലാവരെയും വിളിച്ചിരുന്നില്ല. അങ്ങനെ ആ കുറഞ്ഞ ആളുകളുടെ സംഘത്തോട് അഭിപ്രായം ആരാഞ്ഞിരുന്നു. മൂന്നാമത്തെ രീതി ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആളുകൾ പോലും ഒരുമിച്ച് കൂടേണ്ടതില്ല എന്ന് ആഗ്രഹിക്കുമ്പോൾ ഓരോരുത്തരോടും വെവ്വേറെ അഭിപ്രായം ആരാഞ്ഞിരുന്നു. ആദ്യം ഒരാളെ വിളിച്ച് അഭിപ്രായം ചോദിക്കുകയും പിന്നെ രണ്ടാമത്തെ ആളോട് അഭിപ്രായം തേടുകയും ചെയ്തിരുന്നു. ചുരുക്കത്തിൽ ഈ 3 രീതികളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം ആരാഞ്ഞിരുന്നത്. ഖുലഫാഉർ റാഷിദീനും ഇതേ പ്രകാരം തന്നെയാണ് അഭിപ്രായം തേടിയിരുന്നത്. നേരത്തെ വിവരിച്ചതുപോലെ
അള്ളാഹുവും അവന്റെ റസൂലും അഭിപ്രായം തേടുന്നതിൽ നിന്ന് അതീതരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ സന്ദർഭങ്ങളിൽ അഭിപ്രായം തേടിയിരുന്നു എന്നാണ്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി സഹാബാക്കളോട് അഭിപ്രായം ആരാഞ്ഞിരുന്നു. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും അധികം തന്റെ അനുചരന്മാരോട് അഭിപ്രായം ചോദിക്കുന്ന മറ്റാരെയും താൻ കണ്ടിട്ടില്ല എന്ന് നിവേദനം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് മാർഗനിർദ്ദേശങ്ങൾ ലഭ്യമായിരുന്നു. എങ്കിലും അഭിപ്രായങ്ങൾ ആരായുകയുണ്ടായി. എന്നിരിക്കെ നിങ്ങൾ അഭിപ്രായം ആരായുന്നതിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം ആരായുന്നത് സംബന്ധിച്ച ഒരു സംഭവം കേൾപ്പിക്കാം. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹദ്റത്ത് മുആസ് ബിൻ ജബൽ നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് അയക്കാൻ തീരുമാനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി സഹാബാക്കളോട് അഭിപ്രായം ചോദിക്കുകയുണ്ടായി. അവരിൽ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, തൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു തുടങ്ങി നിരവധി സഹാബാക്കൾ ഉണ്ടായിരുന്നു. ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചിരുന്നില്ലെങ്കിൽ ഞങ്ങളൊരു അഭിപ്രായവും പറയുമായിരുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വഹി ഉണ്ടാകാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരാളാകുന്നു. അതായത് എനിക്ക് വഹി ഉണ്ടാകാത്ത കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളെ തന്നെ പോലെയുള്ള ഒരാളാകുന്നു. ഹസ്രത്ത് മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്നോട് അഭിപ്രായങ്ങൾ പറയുക എന്ന ഉത്തരവനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായങ്ങൾ തേടിയിരുന്നു. അപ്പോൾ ഓരോ വ്യക്തിയും തന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മുആസ്, നിന്റെ അഭിപ്രായം എന്താണെന്ന് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ അഭിപ്രായം ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം തന്നെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോടും അഭിപ്രായം ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ രീതി തിരുനബിയുടെ ലാളിത്യവും വിനയവും അഭിപ്രായം ചോദിക്കുന്നതിന്റെ പ്രാധാന്യവും വ്യക്തമാക്കുന്നു. അതോടൊപ്പം നമ്മൾ എത്രമാത്രം അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന കാര്യത്തിൽ നമുക്ക് ഉത്തമ മാതൃകയുമാകുന്നു. സഹാബാക്കളുടെ മാതൃക നമുക്ക് വ്യക്തമാക്കി തരുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനയനുസരിച്ച് അഭിപ്രായങ്ങൾ നൽകുമ്പോൾ അവർ തങ്ങളുടെ കഴിവുകളും അനുഭവങ്ങളും അനുസരിച്ച് തഖ്വയിൽ ചരിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ നൽകിയിരുന്നു എന്നാണ്. മദീന ഹിജ്റത്തിനു ശേഷം മക്കയിലെ നിഷേധികൾ മുസ്ലിങ്ങളുടെ സമാധാനം നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തടയിടുന്നതിന് വേണ്ടി സഹാബാക്കളോട് അഭിപ്രായം ആരാഞ്ഞു. അൻസാറുകളുടെ നേതാക്കന്മാരെയും മുഹാജിരീങ്ങളുടെ നേതാക്കന്മാരെയും അതിൽ ഉൾപ്പെടുത്തുകയും അവരോട് അഭിപ്രായം തേടുകയും ചെയ്തു. അവരുടെ അഭിപ്രായങ്ങളും താല്പര്യവും അനുസരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് തിരിച്ചത്. ഈ അഭിപ്രായങ്ങൾ നൽകുന്ന സമയത്ത് അൻസാറുകളുടെ നേതാക്കന്മാർ ആത്മാർത്ഥതയുടെയും കൂറിന്റെയും മാതൃകകൾ പ്രകടിപ്പിക്കുകയും ശപഥം ചെയ്യുകയും ഉണ്ടായി. അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം
വളരെയേറെ സന്തോഷവും സംതൃപ്തിയും പ്രകടിപ്പിച്ചു. കാരണം ഈ അഭിപ്രായ പ്രകടനങ്ങൾ അഭിപ്രായം നൽകുക എന്ന പരിധിവരെ മാത്രമായിരുന്നില്ല, മറിച്ച് അഭിപ്രായം നൽകുന്നവരുടെ കർമ്മങ്ങളും നിലപാടുകളും ഈ അഭിപ്രായത്തിൽ തങ്ങൾ ഏറ്റവും ആദ്യം പ്രാവർത്തികമാക്കുമെന്ന ശപഥവും ഉണ്ടായിരുന്നു. പ്രവർത്തിക്കാനുള്ള ശപഥം ഇല്ലായിരുന്നുവെങ്കിൽ, അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പ്രസ്തുത അഭിപ്രായങ്ങൾ നിഷ്പ്രയോജനമാണ്. എങ്ങനെയാണ് ബദറിന്റെ മൈതാനത്ത് സഹാബാക്കൾ ആത്മാർത്ഥതയുടെയും കൂറിന്റെയും കർമ്മ പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. അഭിപ്രായം നൽകിയതിനു ശേഷം തങ്ങളുടെ ജീവനെ അതിൽ ഹോമിച്ചു. ആയതിനാൽ നമ്മുടെ ശൂറയിലെ മെമ്പർമാർ അവരും എപ്പോഴും ഓർക്കേണ്ട കാര്യമെന്തെന്നാൽ, അവർ അഭിപ്രായങ്ങൾ നൽകുമ്പോൾ ഏറ്റവും ആദ്യം തങ്ങളെ തന്നെ പ്രസ്തുത അഭിപ്രായങ്ങൾ തീരുമാനമായതിനു ശേഷം പ്രാവർത്തികമാക്കാൻ തയ്യാറാക്കണമെന്നതാണ്. അഥവാ കാലത്തിന്റെ ഖലീഫ എന്ത് തീരുമാനിച്ചാലും ഏറ്റവും ആദ്യം അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാ ത്യാഗങ്ങളും ചെയ്യേണ്ടതാണ്. നമ്മുടെ കർമ്മപരമായ മാതൃകകൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് ജമാഅത്ത് അംഗങ്ങളും അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി സന്തോഷപൂർവം എല്ലാ ത്യാഗങ്ങളും ചെയ്യുന്നതിന് വേണ്ടി തങ്ങളെ സമർപ്പിക്കുകയുള്ളൂ. ശൂറയിലെ മെമ്പർമാർ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഓരോ അഹമ്മദിയും ഖിലാഫത്തുമായി കൂറിന്റെയും അനുസരണത്തിന്റെയും ശപഥം ചെയ്തിരിക്കുന്നു എന്നാണ്. ആയതിനാൽ അതിനുവേണ്ടി ഏറ്റവും ഉന്നതമായ മാതൃക ഭാരവാഹികളും ശൂറ മെമ്പർമാരും കാണിക്കേണ്ടതാണ്. കാരണം നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ അംഗങ്ങളാകുന്നു. അത് ഖിലാഫത്ത് സംവിധാനത്തിന്റെയും ജമാഅത്ത് സംവിധാനത്തിന്റെയും സഹായക സംവിധാനം കൂടിയാണ്. എപ്പോഴും ഓർക്കുക, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിൽ നിന്നുകൊണ്ട് ദീനിന്റെ പ്രധാന കാര്യങ്ങളിലെല്ലാം ഉമ്മത്തിലെ ജനങ്ങളുടെ അഭിപ്രായം ആരായണമെന്നും അവരോട് മൃദുല ഹൃദയൻ ആയിരിക്കണമെന്നും ദുആ ചെയ്യണമെന്നും കാലത്തിന്റെ ഖലീഫയ്ക്ക് കൽപ്പനയുണ്ട്. അതോടൊപ്പം അഭിപ്രായം ആരായപ്പെടുന്നവരോടും സദുദ്ദേശത്തോടുകൂടി തക്കവയിൽ ചരിച്ചുകൊണ്ട് അഭിപ്രായം നൽകണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആയതിനാൽ അഭിപ്രായങ്ങൾ നൽകുന്നവർ അവരുടെ അഭിപ്രായങ്ങൾ സദുദ്ദേശത്തിന്റെയും തക്വയുടെയും ഉന്നത നിലവാരങ്ങൾക്കനുസരിച്ച് നൽകണമെന്നും എപ്പോഴും ഓർക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ഈ അടിസ്ഥാനത്തിൽ അഭിപ്രായങ്ങൾ നൽകുന്നവർക്ക് മേൽ വലിയ ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. അവർ തങ്ങളുടെ തക്വയുടെ നിലവാരം എന്താണെന്ന് അവലോകനം ചെയ്യേണ്ടതാണ്. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ഒരു നിവേദനത്തിൽ കുറെ കൂടി വിശദീകരണം നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഷാവിറുൽ ഫുഖഹായി വൽ ആബിദീൻ, അതായത് വിവേകമതികളും ഇബാദത്തുകൾ ചെയ്യുന്നവരുമായ ആളുകളോട് അഭിപ്രായം ആരായുക. എല്ലാവരോടും എന്നല്ല പറഞ്ഞത്. ചുരുക്കത്തിൽ ഇതാണ് പ്രതിനിധികൾക്കുള്ള മാനദണ്ഡം. ഇതിൽ ശൂറ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നവർക്കും ഉപദേശമുണ്ട്. അതായത് തങ്ങളിൽ അഭിപ്രായം പറയാൻ കഴിവുള്ളവരെയും ദീനി ജ്ഞാനത്തിൽ മേന്മയുള്ളവരെയും ഇബാദത്തിന്റെ നിലവാരങ്ങളിൽ മെച്ചമുള്ളവരെയും തിരഞ്ഞെടുക്കേണ്ടതാണ്. ഈ മാനദണ്ഡമനുസരിച്ച് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ കണ്ടുവന്നിട്ടുള്ളത് പ്രസ്തുത പ്രതിനിധികളുടെ അഭിപ്രായത്തിൽ ഒരു പ്രകടമായ വ്യതിരിക്തത കാണപ്പെടുന്നതാണ്. ഈ ഉത്തരവാദിത്വം ജമാഅത്ത് അംഗങ്ങൾ സദുദ്ദേശത്തോടെ ശൂറ പ്രതിനിധികളായി തിരഞ്ഞെടുക്കുന്നവർക്ക് മേലും ഉണ്ട്. അവർ ഈ സദുദ്ദേശത്തെ പൂർത്തിയാക്കേണ്ടതാണ്.
ഒരു ദിവസം കൊണ്ടോ ഏതാനും ആഴ്ചകൾ കൊണ്ടോ ആരും തന്നെ വൈജ്ഞാനികമായ ഉന്നത നിലവാരവും ദീനീപരമായ ആഴത്തിലുള്ള ഗ്രാഹ്യവും ആർജിക്കുന്നില്ല. എന്നാൽ തക്കവയിൽ ചരിച്ചുകൊണ്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാതരം വ്യക്തിഗതമായ നേട്ടങ്ങൾക്കും അതീതമായി ആർക്കും നൽകാവുന്നതാണ്. ഇങ്ങനെ അള്ളാഹുവിന് മുന്നിൽ കുനിഞ്ഞുകൊണ്ട് അവനോട് സഹായം തേടുകയും ദുആയോടുകൂടി ശൂറ സംഘടിപ്പിക്കുകയും ചെയ്യുന്നിടങ്ങളിൽ പ്രതിനിധികൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ഏതെങ്കിലും പ്രഭാഷകന്റെ പ്രഭാഷണത്തിൽ പ്രഭാവിതരായിക്കൊണ്ടോ എന്തെങ്കിലും ബന്ധത്തിന്റെയോ സൗഹൃദത്തിന്റെയോ ചിന്തകൾ കാരണമോ തങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുമായി ചേർക്കാൻ ശ്രമിക്കരുത്. ആരെയെങ്കിലും ഭയന്നുകൊണ്ടോ അല്ലെങ്കിൽ പരിഗണിച്ചുകൊണ്ടോ തങ്ങളുടെ അഭിപ്രായങ്ങൾ മാറ്റുകയും ചെയ്യരുത്. മറിച്ച് തക്കവ അവലംബിച്ചുകൊണ്ട് ജമാഅത്തിന്റെ പ്രയോജനങ്ങളെ ഏതു സമയത്തും മുന്തിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ നൽകുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ തങ്ങളുടെ പ്രാതിനിധ്യം യഥാവിധി നിറവേറ്റാൻ കഴിയുകയുള്ളൂ. എപ്പോഴും ഓർക്കുക, അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളുടെ അവസ്ഥകളെയും അറിയുന്നു, നമ്മുടെ കർമ്മങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവന്റെ തൃപ്തിയെ ലാക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ താൻ അവന്റെ നീരസത്തിന് വിധേയനാകുമെന്ന ചിന്ത ഉണ്ടായിരിക്കണം. ശൂറ കഴിഞ്ഞ സ്ഥലങ്ങളിൽ അവിടെയുള്ള ശൂറ മെമ്പർമാർ തങ്ങളുടെ ആത്മീയവും കർമ്മപരവുമായ അവസ്ഥകളിൽ ദൃഷ്ടി പായിച്ചുകൊണ്ട് തങ്ങളുടെ കർമ്മപരമായ മാതൃക സ്ഥാപിക്കുന്നതിന് വേണ്ടി ശപഥം ചെയ്യേണ്ടതാണ്. മാത്രമല്ല, തക്കവയിൽ ചരിച്ചുകൊണ്ട് തീരുമാനമായതും അംഗീകാരം കിട്ടിയതുമായ കാര്യങ്ങളെ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവരുടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനും ശ്രമിക്കേണ്ടതാണ്. ഈ ഒരു അവസ്ഥ നാം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യം വലിച്ചെടുക്കുന്നവരായി മാറും. നമ്മുടെ തീരുമാനങ്ങളിൽ അനുഗ്രഹമുണ്ടാകും. അല്ലാതെ നമ്മൾ ഒരുമിച്ച് കൂടുന്നതും തങ്ങളുടെ അഭിപ്രായങ്ങൾ സ്ഥാപിക്കാൻ ആവേശത്തോടെ പ്രസംഗിക്കുന്നതും തക്കവയില്ലാത്ത ഭൗതിക അസംബ്ലികളെ പോലെ ആയിരിക്കും. അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ ധാർമ്മികതയെ ചവിട്ടിമതിക്കുന്നതായിരിക്കും. അവ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരുമായിരിക്കും. തങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യങ്ങളെയാണ് പരിഗണിക്കുക. ചില സന്ദർഭങ്ങളിൽ വളരെ വേഗം തന്നെ അത്തരം തീരുമാനങ്ങളുടെ പരിണിതിയും പുറത്തേക്ക് വരുന്നു. അത് സമാധാനത്തെ നശിപ്പിക്കുന്നതായിരിക്കും. ചിലപ്പോൾ കുറെ കഴിഞ്ഞിട്ടായിരിക്കും ഫലങ്ങൾ പുറത്തു വരിക. പക്ഷെ അവയിൽ യാതൊരു അനുഗ്രഹവും ഉണ്ടായിരിക്കുന്നതല്ല. ഏതായാലും അള്ളാഹുവിന്റെ നിയമങ്ങൾക്കും കൽപ്പനകൾക്കും എതിരിലുള്ള അത്തരം തീരുമാനങ്ങൾ അവസാനം ജനതകളുടെ നാശത്തിന് ഹേതുവായി ഭവിക്കുന്നു. ചുരുക്കത്തിൽ, ഭൗതികരായ ആളുകളുടെ അവസ്ഥകൾ കാണുമ്പോൾ നാം നമ്മുടെ അവസ്ഥകൾ നന്നാക്കുന്നതിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നതുപോലെ ശൂറയുടെ അഭിപ്രായങ്ങൾ കാലത്തിന്റെ ഖലീഫയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. കാലത്തിന്റെ ഖലീഫ പറഞ്ഞതനുസരിച്ച് തന്നെയാണ് ശൂറ വിളിക്കുന്നതും. ആയതിനാൽ എപ്പോഴും ഓർക്കുക, മജ്ലിസ് ശൂറ ഖിലാഫത്തിന് സഹായക സ്ഥാപനമാകുന്നു. ഈ നിലക്ക് ജമാഅത്തിൽ ഖിലാഫത്തിന് ശേഷം അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ശൂറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം ഒരു വർഷത്തേക്കുള്ള മെമ്പറാകുന്നു. അദ്ദേഹം തന്റെ ഈ പ്രാധാന്യത്തെ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. വിവിധ രാജ്യങ്ങളിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശൂറ അജണ്ടയും അഭിപ്രായങ്ങളും മുഖേന തന്നെയാണ് കാലത്തിന്റെ ഖലീഫയ്ക്ക് അറിവ് ലഭിക്കുന്നത്.
അവരുടെ അഭിപ്രായങ്ങൾ മുഖേനയാണ് പ്രസ്തുത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള രൂപരേഖയും മുന്നിൽ വരുന്നത്. ചില സമയത്ത് ചില കാര്യങ്ങൾ ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് പൂർണ്ണമായ നിലയിൽ വിവരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ശൂറ മെമ്പർമാരുടെ മുന്നിൽ വരുന്നില്ല. അപ്പോൾ ഖലീഫമാർ അത്തരം കാര്യങ്ങളെ കൂടി പ്രവർത്തന രൂപരേഖയിൽ ഉൾപ്പെടുത്തുന്നു. ചില സ്ഥലങ്ങളിൽ ഞാനും ഇതേ രീതിയാണ് അവലംബിക്കാറുള്ളത്. ഏതായാലും ഓരോ ശൂറ മെമ്പർക്കും ശൂറയ്ക്ക് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ടെന്നും അത് കേവലം 3 ദിവസത്തേക്കല്ലെന്നും മറിച്ച് വർഷം മുഴുവനുമുള്ളതാണെന്നും പൂർണ്ണമായ ബോധ്യമുണ്ടായിരിക്കണം. ഏത് രൂപരേഖ ഉണ്ടായാലും അതനുസരിച്ച് പ്രവർത്തിക്കാനും അത് പ്രാവർത്തികമാക്കാനും എല്ലാവിധ സഹകരണവും സംവിധാനത്തിന് നൽകാൻ ഓരോ ശൂറ മെമ്പറും ശ്രമിക്കേണ്ടതാണ്. അത് അയാളുടെ ഉത്തരവാദിത്വമാകുന്നു. ഇങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് ജമാഅത്തി പുരോഗതി ശരിയായ ദിശയിൽ നീങ്ങുകയുള്ളൂ. അപ്പോഴാണ് അവ നല്ല നിലയിൽ പ്രാവർത്തികമാക്കാനും സാധ്യമാകൂ. മാത്രമല്ല, ഹദ്രത്ത് മസീഹ് അലി ഇസ്ലാമിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ള സന്മാർഗത്തിന്റെയും നേർമാർഗത്തിന്റെയും ദൗത്യത്തിൽ നമുക്ക് സഹായികളാകാനും കഴിയുകയുള്ളൂ. ഇങ്ങനെയല്ലെങ്കിൽ ശൂറയുടെ മെമ്പറാകുന്നത് ഫലശൂന്യമായിരിക്കും. ഇവിടെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ലോകത്ത് എല്ലാ രാഷ്ട്രങ്ങളിലും ശൂറ പൊതുവിൽ അവിടെയുള്ള അമീറിന്റെ അധ്യക്ഷതയിലാണ് നടക്കുക. ചില സമയത്ത് അഭിപ്രായം പറയുന്നവർ പ്രഭാഷണത്തിന്റെ ആവേശത്തിൽ ശൂറയുടെ പരിശുദ്ധിക്ക് നിരക്കാത്ത വാക്കുകൾ പറഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് ഏറ്റവും ആദ്യം ശൂറ അംഗങ്ങൾ തങ്ങളുടെ അഭിപ്രായ പ്രകടനത്തിൽ ആവേശമുള്ള പ്രഭാഷണങ്ങളും ബോധമില്ലായ്മയും വൈകാരികതയുമായ പ്രഭാഷണങ്ങൾ നടത്തുന്നതിന് പകരം ഉചിതമായ വാക്കുകളിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. ചില സമയത്ത് അഭിപ്രായം നൽകുന്നവർ പറയുന്ന കാര്യങ്ങളെ ആമില അംഗങ്ങൾ അല്ലെങ്കിൽ ശൂറയിൽ അധ്യക്ഷത വഹിക്കുന്ന ജമാഅത്ത് അമീർമാർ, അഭിപ്രായം പ്രകടനം നടത്തിയ ആളുകൾ നേരിട്ടോ അല്ലാതെയോ തങ്ങൾക്കെതിരിൽ സംസാരിച്ചു എന്ന് കരുതുന്നു. പിന്നെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് കഠിനമായ പദങ്ങൾ കൊണ്ട് അഭിപ്രായം പറയുന്ന ആളെ തടയുകയും ശാസിക്കുകയും ചെയ്യുന്നു. ആയതിനാൽ അമീർമാരും ആർജവം കാണിക്കണം. അഭിപ്രായം പറയുന്ന ആൾ ജമാഅത്തി നന്മയ്ക്ക് വേണ്ടി അതിനുള്ള വേദനയുമായിട്ടാണ് അഭിപ്രായങ്ങൾ നൽകുന്നതെന്ന നല്ല ചിന്ത ഉണ്ടാകണം. ഇനി കഠിന പദങ്ങളോ ശൂറയുടെ വിശുദ്ധിക്ക് നിരക്കാത്ത പദങ്ങളോ ഉപയോഗിക്കുന്നുവെങ്കിൽ തന്നെ സൗമ്യമായി തിരുത്തേണ്ടതാണ്. അധ്യക്ഷൻ അതിനെ വ്യക്തിപരമായ വിഷയമാക്കി മാറ്റി എന്ന പ്രതീതി ഉണ്ടാക്കാൻ ഇടവരുത്തരുത്. പ്രത്യേകിച്ചും ബജറ്റിന്റെ കാര്യത്തിൽ ചർച്ച നടക്കുമ്പോൾ കൂടുതൽ വൈകാരിക പ്രകടനങ്ങൾ ഉണ്ടാകുന്നു. അത്തരം സന്ദർഭങ്ങളിലും ബന്ധപ്പെട്ട സെക്രട്ടറി അല്ലെങ്കിൽ മാൽ സെക്രട്ടറി അതുമല്ലെങ്കിൽ അധ്യക്ഷൻ സഹിഷ്ണുതയോടെ കാര്യങ്ങൾ കേട്ട് മറുപടി നൽകണം. എങ്ങനെയാണ് ബജറ്റ് ഉണ്ടായത്, എങ്ങനെയാണ് വരവുകളുള്ളത്, എങ്ങനെയാണ് ചെലവുകൾ, അതിനെ എങ്ങനെയാണ് സന്തുലിതപ്പെടുത്തുക എന്നിത്യാദി കാര്യങ്ങളെപ്പറ്റി അയാൾക്ക് തൃപ്തികരമായ മറുപടി നൽകണം. അഭിപ്രായം നൽകുന്ന ആൾ ജമാഅത്തി ക്ഷേമത്തെ മുൻനിർത്തിയിട്ടാണ് അഭിപ്രായം പറയുന്നത്. അതുകൊണ്ട് ദുർധാരണ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ അജണ്ടയുടെ മറ്റ് അഭിപ്രായങ്ങളിലും ചിലപ്പോൾ അകാരണമായി സംഘാടകരും പ്രതിനിധികളും തർക്കിക്കുന്നു, അല്ലെങ്കിൽ സംഘാടകരെ അഥവാ ഭാരവാഹികളെ ഭയക്കുന്ന തരത്തിൽ പൂർണ്ണമായും നിശബ്ദരാകുന്നു.
അത്തരക്കാരും തങ്ങളുടെ അമാനത്തിനോടുള്ള കടമ യഥാവിധി നിറവേറ്റുന്നവരല്ല. എപ്പോഴും ഓർക്കുക, ജനങ്ങൾ പ്രതിനിധികളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അമാനത്തിന്റെ കടമകൾ യഥാവിധി നിറവേറ്റുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങളോ ആരോടെങ്കിലുമുള്ള ഭയമോ ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾ തങ്ങളെ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ, നിങ്ങൾ അമാനത്തുകൾ അതിന് അർഹരായവർക്ക് നൽകുക എന്ന ഖുർആന്റെ പാഠമനുസരിച്ചാണ് തെരഞ്ഞെടുത്തതെന്ന് എപ്പോഴും മനസ്സിലാക്കണം. മാത്രമല്ല, ജനങ്ങൾ ദൈവിക കൽപ്പന പ്രകാരം സദുദ്ദേശത്തോടെ തങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്തതിനാൽ പ്രതിനിധികളും തങ്ങളുടെ അമാനത്തിന്റെ കടമകൾ നിർവഹിക്കണമെന്ന് തന്നെയാണ് കാലത്തിന്റെ ഖലീഫയും പ്രതീക്ഷിക്കുന്നത്. പ്രതിനിധികൾ തങ്ങളുടെ കടമ ശൂറയിലും തുടർന്നും നിർവഹിക്കുന്നില്ലെങ്കിൽ അവർ ജമാഅത്ത് അംഗങ്ങളുടെ വിശ്വാസത്തിന് മാത്രമല്ല ഭംഗമുണ്ടാക്കുന്നത്, മറിച്ച് അമാനത്തിന്റെ കടമ യഥാവിധി നിർവഹിക്കാതെ കാലത്തിന്റെ ഖലീഫയോടും വിശ്വാസവഞ്ചനയാണ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത്, തെരഞ്ഞെടുക്കുന്നവർ അങ്ങനെ തങ്ങളുടെ കർത്തവ്യം യഥാവധി നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവർ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതാണ്. പ്രതിനിധിയോടും ഭാരവാഹികളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും അനിവാര്യമായ ആത്മീയ നിലവാരം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടും തങ്ങൾക്കുള്ളിൽ നല്ല മാറ്റമുണ്ടാക്കാമെന്ന ശപഥം ചെയ്തുകൊണ്ടും തക്കവയിൽ ചരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടും തങ്ങളെ അമാനത്തിന്റെ യഥാർത്ഥ അർഹരാക്കാൻ പ്രയത്നിക്കേണ്ടതാണ്. ഈ പരിശ്രമം ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതോടൊപ്പം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ദൗത്യത്തിൽ സഹായികളാകാനും കഴിയുന്നതാണ്. അപ്പോൾ തങ്ങളുടെ കർമ്മപരവും ആത്മീയപരവുമായ അവസ്ഥകളെ മെച്ചപ്പെടുത്തുന്നവരുമാകാൻ കഴിയുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ശൂറയിലെ പ്രാതിനിധ്യം 1 വർഷത്തേക്കാകുന്നു. ഈ കാലഘട്ടത്തിൽ ജമാഅത്തി സംവിധാനത്തോട് സഹകരിക്കുകയും തീരുമാനങ്ങളനുസരിച്ച് സ്വയം പ്രവർത്തിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പ്രാവർത്തികമാക്കുകയും ചെയ്യണം. മാത്രമല്ല, തങ്ങളുടെ ജമാഅത്തിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എത്രമാത്രമുണ്ട്, കാലത്തിന്റെ ഖലീഫയുടെ തീരുമാനമനുസരിച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ നിങ്ങൾ കാലത്തിന്റെ ഖലീഫയുടെ സഹായികളാകണം. ചിലപ്പോൾ തീരുമാനങ്ങൾ ഭാരവാഹികളുടെ അലംഭാവത്തിന് ഇരയാകുന്നത് കാണാറുണ്ട്. തീരുമാനങ്ങൾ ആവുകയും അതനുസരിച്ച് പ്രവർത്തിക്കുന്നുമില്ല. അത്തരം സന്ദർഭത്തിൽ പ്രതിനിധികൾ ജമാഅത്ത് അംഗങ്ങളെ മാത്രമല്ല ഭാരവാഹികളെയും അവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കേണ്ടതാണ്. എന്നിട്ടും ശ്രദ്ധയുണ്ടാകുന്നില്ലെങ്കിൽ, തീരുമാനങ്ങൾ വേണ്ട വിധം പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ പിന്നെ കേന്ദ്രത്തിന് എഴുതേണ്ടതാണ്. അതുപോലെ നിരവധി ഭാരവാഹികളും ശൂറ മെമ്പർമാരായിരിക്കും. അവർ തങ്ങളുടെ വകുപ്പിന്റെ കാര്യം മാത്രമാകുന്നതല്ല. ഈ ലോകത്ത് എന്തെങ്കിലും ഒഴികഴിവ് പറഞ്ഞ് രക്ഷപ്പെടാം. എന്നാൽ ഓർക്കുക, അള്ളാഹുവിൽ നിന്ന് ഒരു കാര്യവും ഗോപ്യമായിരിക്കുന്നില്ല. അവൻ അമാനത്തുകൾ യഥാവധി നിർവഹിച്ചിരുന്നുവോ എന്ന് ചോദിക്കുന്നതാണ്. ആയതിനാൽ ഇത് വളരെയേറെ അസ്വസ്ഥതയുണ്ടാക്കുന്ന സന്ദർഭമാണ്. തങ്ങൾ ശൂറ പ്രതിനിധികൾ അല്ലെങ്കിൽ ഭാരവാഹികളാണ് എന്നതിൽ മാത്രം ഗർവിഷ്ഠരാകരുത്. മറിച്ച് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് ഓരോരുത്തരും ചിന്താകുലരാകേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ ജമാഅത്തുകളിൽ ഭാരവാഹികളെ ഉണർത്തിയിട്ടും ശൂറയുടെ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ, പ്രതിനിധികൾ ശ്രമിച്ചിട്ടും ശ്രദ്ധ ക്ഷണിച്ചിട്ടും പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ പിന്നെ കേന്ദ്രത്തിൽ അറിയിപ്പ് നൽകുക.
പലരും പ്രവർത്തിക്കുന്നവരായിട്ടുണ്ട്. പ്രവർത്തിക്കുന്നില്ല എന്നല്ല, ചിലർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. അഥവാ ഭാരവാഹികൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് അറിയിപ്പ് നൽകുക. എന്നാൽ ഇങ്ങനെ പൊതുവിൽ ചെയ്യുന്നത് ഭാരവാഹികളുമായി വ്യക്തിപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോഴാണ്. ഇത് തഖ്വയുടെ രീതിയല്ല. തഖ്വയിൽ ഊന്നിക്കൊണ്ട് ഓരോ പ്രതിനിധിയും ഭാരവാഹിയും ശൂറയുടെ അംഗീകരിക്കപ്പെട്ട അഭിപ്രായങ്ങൾ നടപ്പാക്കാനും പ്രാവർത്തികമാക്കാനും ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ പ്രസ്തുത അഭിപ്രായം വീണ്ടും അടുത്ത വർഷം അല്ലെങ്കിൽ 2-3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വീണ്ടും അവതരിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നതല്ല. പ്രസ്തുത അഭിപ്രായം വരുന്നു എന്നതിന്റെ അർത്ഥം അതിൽ പൂർണ്ണമായും പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, അതല്ലെങ്കിൽ വേണ്ട വിധം പ്രാവർത്തികമാക്കപ്പെടുന്നില്ല എന്നതാകുന്നു. അത്തരം ജമാഅത്തുകളും ഭാരവാഹികളും ഇതാണോ തഖ്വയിൽ ചരിക്കുന്നതിൻ്റെയും തങ്ങളുടെ അമാനത്തുകളുടെ കടമകൾ യഥാവിധി നിർവഹിക്കുന്നതിൻ്റെയും കർമ്മങ്ങൾ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഇതാണോ ഖിലാഫത്തിനോട് അനുസരണവും കൂറും പുലർത്തുമെന്ന ശബ്ദം സാക്ഷാത്കരിക്കുന്ന പ്രവർത്തനം? രാജ്യത്തിനകത്തുള്ള ജമാഅത്തുകൾ തങ്ങളുടെ കേന്ദ്രത്തിലേക്ക് ഇത്തരം അഭിപ്രായങ്ങൾ എഴുതുന്നത് അവ പ്രാവർത്തികമാക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ്. അത് പ്രാവർത്തികമാക്കുന്നുവെങ്കിൽ എല്ലാ തലത്തിലും എല്ലാ ജമാഅത്തും എത്രമാത്രം പ്രാവർത്തികമാക്കുന്നു എന്നും നിരീക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം അഭിപ്രായങ്ങൾ വീണ്ടും വീണ്ടും വരുന്നതേയല്ല. കഴിഞ്ഞ 1 വർഷം മുമ്പ് അല്ലെങ്കിൽ 2 വർഷം മുമ്പ് അവതരിപ്പിച്ചതായതുകൊണ്ട് ശൂറയിൽ സമർപ്പിക്കാൻ ശുപാർശ ചെയ്യുന്നില്ല എന്ന തങ്ങളുടെ റിമാർക്സ് കേന്ദ്രത്തിന് കാലത്തിന്റെ ഖലീഫയ്ക്ക് മുന്നിൽ വെക്കേണ്ടി വരുന്നതുമല്ല. ഈ മറുപടി എഴുതുമ്പോൾ രാജ്യത്തിന്റെ കേന്ദ്ര നിസാം അതിൽ പ്രവർത്തിക്കാൻ കഴിയാത്തതിൽ ലജ്ജിക്കുന്നു എന്നും ഈ വർഷം അത് പ്രാവർത്തികമാക്കുമെന്നും അല്ലെങ്കിൽ തങ്ങൾ കുറ്റക്കാരായിരിക്കുമെന്നും അമാനത്തുകളുടെ കടമ നിർവഹിക്കാത്തവരിൽ തങ്ങൾ ഉൾപ്പെടുമെന്നും എഴുതിക്കൊണ്ട് തങ്ങളുടെ ലജ്ജ പ്രകടിപ്പിക്കേണ്ടതാണ്. ഈ ലിഖിതത്തോടൊപ്പം വളരെ വിനയാന്യതമായി ഞങ്ങൾ മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ അഭിപ്രായം ഈ വർഷം അവതരിപ്പിക്കാൻ ശുപാർശ ചെയ്യുന്നുവെന്ന് എഴുതേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് അവബോധമുണ്ടാവുകയുള്ളൂ. ചുരുങ്ങിയത് ഞങ്ങൾ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ രൂപരേഖകൾ ഉണ്ടാക്കി കാലത്തിന് ഖലീഫയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. പിന്നീട് അത് പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ കുറ്റവാളികളായി തീരുകയാണ്. കാലത്തിന്റെ ഖലീഫയുടെ വിശ്വാസത്തിനാണ് പോറലേൽപ്പിക്കുന്നത്. ഈ നിലയ്ക്ക് കൂട്ടായി വിലയിരുത്തുന്നതോടൊപ്പം വ്യക്തിപരമായും ഭാരവാഹികളും ശൂറ പ്രതിനിധികളും കണക്കെടുപ്പ് നടത്തുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും പിന്നെ പ്രാവർത്തികമാക്കാതിരുന്നത് എല്ലാ തലത്തിലും മനസ്സിലാക്കുകയും വേണം. ഈ വിലയിരുത്തലുകളാണ് ജമാഅത്തിനെ ശരിയായ ദിശയിൽ നയിക്കുക, അല്ലാതെ വാചകമടി പ്രയോജനപ്പെടുന്നതല്ല. രാജ്യങ്ങൾക്കകത്തും ഈ വിലയിരുത്തലുകൾ ആവശ്യമാണ്. ചില ആക്റ്റീവ് ജമാഅത്തുകൾ 100% അല്ലെങ്കിൽ 70% തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്നു. കാലത്തിന്റെ ഖലീഫയുടെ അംഗീകാരത്തോടെയാണ് തങ്ങൾക്ക് ഈ പ്രവർത്തന രൂപരേഖ കിട്ടിയതെന്നും അതുകൊണ്ട് കാലത്തിന്റെ ഖലീഫയുടെ വിശ്വാസത്തിന് ഭംഗമുണ്ടാക്കരുതെന്നുമുള്ള ആവേശത്തോടെ അതിനെ കർമ്മപഥത്തിൽ കൊണ്ടുവരുന്നു. ജമാഅത്ത് അംഗങ്ങൾക്കുള്ളിലുള്ള ഈ വികാരത്തിന് വിധേയമായിട്ടാണ് ജമാഅത്ത് അംഗങ്ങളിൽ ഒരു വിപ്ലവമുണ്ടായതെന്നും മനസ്സിലാക്കേണ്ടതാണ്. അത്തരം സക്രിയമായ ജമാഅത്ത് ഭാരവാഹികളുമായി സജീവമല്ലാത്ത ജമാഅത്ത് ഭാരവാഹികളുടെ മീറ്റിങ്ങുകൾ നടത്തുക. മാത്രമല്ല കേന്ദ്ര ഭാരവാഹികളുമായും മീറ്റിംഗ് നടത്തേണ്ടതാണ്. അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പ്രയോജനമെടുക്കുകയും ചെയ്യുക. എവിടെയെങ്കിലും ഒരു ജമാഅത്ത് സക്രിയവും തങ്ങളുടെ കർമ്മപരവും ആത്മീയപരവുമായ പരിപാടികളിൽ നല്ലപോലെ പ്രവർത്തിക്കുന്നവരുമാണെങ്കിൽ മറ്റ് 10 ജമാഅത്തുകൾക്ക്
അവരുടെ രീതി ഷെയർ ചെയ്യുകയാണെങ്കിൽ പ്രയോജനമുണ്ടാകുന്നതാണ്. എന്നാൽ കേന്ദ്ര സംവിധാനത്തിലെ ഓരോ സെക്രട്ടറിയും ഭാരവാഹിയും ശൂറ പ്രതിനിധിയും വിശ്വസ്തപൂർവം തങ്ങളുടെ പങ്ക് നിർവഹിക്കുകയാണെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ചില ജമാഅത്തുകളും രാജ്യങ്ങളും കണക്കെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലമായി കഴിഞ്ഞ 3 വർഷങ്ങളിൽ ശൂറയിലെടുത്ത തീരുമാനങ്ങൾ എത്രമാത്രം നടപ്പാക്കി അഥവാ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിനെപ്പറ്റി ത്രൈമാസ അവലോകന റിപ്പോർട്ട് ഇവിടെ കേന്ദ്രത്തിലേക്ക് അയക്കുന്നു. അതായത് അംഗീകാരം ലഭിച്ച രൂപരേഖയനുസരിച്ച് ഇത്ര പരിധിവരെ മാത്രമേ ലക്ഷ്യം കൈവരിച്ചിട്ടുള്ളൂ എന്നും ഇനി കൂടുതൽ പരിശ്രമിക്കുമെന്നും കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് അയച്ചുകൊണ്ട് പ്രസ്തുത അഭിപ്രായം 2 വർഷം മുമ്പേ അവതരിപ്പിച്ചതാണെന്നും അതുകൊണ്ട് വീണ്ടും അവതരിപ്പിക്കാൻ സാധ്യമല്ലെന്നും പറഞ്ഞ് ഇരുന്നാൽ മാത്രം പോരെന്ന ബോധമുണ്ടാകുന്നതാണ്. പിന്നെ അത്തരം ജമാഅത്തുകളിൽ ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. കേവലം വാചകമടിയിലൂടെ നമുക്ക് ലോകത്തെ വിജയിച്ചടക്കാൻ സാധ്യമല്ല. പ്രവർത്തനവും അനിവാര്യമാണ്. ശക്തമായ ആസൂത്രണം ആവശ്യമുള്ള ഇടങ്ങളിൽ കർമ്മപരമായ പരിശ്രമവും വേണ്ടതാണ്. തങ്ങളുടെ ഇബാദത്തുകളുടെ നിലവാരം കരസ്ഥമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഭാരവാഹികളും ശൂറ പ്രതിനിധികളും തങ്ങളുടെ ആരാധനകളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ മസ്ജിദുകളെ സജീവമാക്കാൻ തങ്ങളുടെ കർമ്മ മാതൃക കാഴ്ചവെക്കുകയാണെങ്കിൽ മസ്ജിദുകളിലെ നമസ്കാരങ്ങളുടെ ഹാജർ നിലവാരം 3-4 ഇരട്ടിയായി വർദ്ധിക്കുന്നതാണ്. ഇതിൻ്റെയും കണക്കെടുപ്പ് നടത്തേണ്ടതാണ്. ചുരുക്കത്തിൽ കർമ്മപരമായ മാതൃക കൊണ്ട് ജനങ്ങളോട് സ്നേഹബന്ധവും അവരോട് ആർദ്രഹൃദയവും ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടിയും തങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും കാലത്തിന്റെ ഖലീഫയെ അനുസരിക്കുന്നതിന് നിലവാരം ഉയർത്തുകയും ചെയ്യേണ്ടത് ഓരോ ഭാരവാഹിയുടെയും ശൂറ അംഗത്തിൻ്റെയും സവിശേഷമായ വ്യതിരിക്തതയായി മാറിയാൽ നമുക്ക് വിപ്ലവകരമായൊരു മാറ്റം ജമാഅത്തിൽ ഉണ്ടാകുന്നത് കാണാനാകും. ഒരു വലിയ കർത്തവ്യം നമുക്ക് മേലുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ആഗമന ലക്ഷ്യവും അദ്ദേഹത്തിന്റെ ദൗത്യവും നിസ്സാര സംഗതികളല്ല. ലോകത്ത് ഇസ്ലാമിന്റെ സുന്ദരാധ്യാപനം പരത്തുകയും അങ്ങനെ ലോകത്തെ ഏകദൈവത്തെ ആരാധിക്കുന്നവരാക്കി മാറ്റുകയും ചെയ്യുന്നതിന് ഒരു നിരന്തര പരിശ്രമം ആവശ്യമാണ്. ലോകത്ത് ശൂറ ഈ ആവശ്യത്തിന് വേണ്ടിയാണ് സംഘടിപ്പിക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും നമ്മൾ നമ്മുടെ കർമ്മപരമായ അവസ്ഥകളെ നന്നാക്കാൻ ആസൂത്രണങ്ങൾ നടത്തുമ്പോൾ അവിടെ ഏകദൈവത്തിന്റെ സന്ദേശം എത്തിക്കാനും ലോകത്തെ ഏക സമുദായമാക്കി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതാകയ്ക്ക് കീഴിൽ കൊണ്ടുവരാനും പദ്ധതികൾ ആവിഷ്കരിക്കണം. ഈ ഒരു വിപ്ലവകരമായ രീതി ഉണ്ടായിരിക്കണം. എപ്പോഴും ഓർക്കുക, ഈ പ്രവർത്തനങ്ങളെല്ലാം നടപ്പാക്കുന്നതിന് ചെലവുകളും ആവശ്യമായി വരും. സമ്പത്ത് അത്യാവശ്യമാണ്. അതുകൊണ്ട് സാമ്പത്തിക ബജറ്റ് കുറഞ്ഞ ചെലവിൽ പരമാവധി പ്രയോജനം നേടാൻ വിധത്തിൽ തയ്യാറാക്കേണ്ടതാണ്. ജമാഅത്ത് അംഗങ്ങളിൽ ഭൂരിഭാഗവും ദരിദ്രരായ ആളുകളോ മധ്യവർഗത്തിൽപ്പെട്ട ആളുകളോ ആണ്. അതുകൊണ്ട് നമ്മുടെ ചന്തകളുടെ വരവിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ദീനിന്റെ ഇശാഅത്തും തബ്ലീഗും സാധ്യമാകുന്ന വിധത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതാണ്. തഖ്വയിൽ പദമൂന്നിക്കൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും അമാനത്തുകളും നിറവേറ്റാനും ദീനീ സേവനം ഒരു ദൈവിക ഔദാര്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം തഖ്വയിൽ ചരിക്കുന്നതിന് ഉപദേശിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖ്വല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന വയുകഫിറു അൻകും സയ്യിആതികും വയജ്അൽ ലക്കും നൂറൻ വതംശൂന ബി. അതായത് വിശ്വാസികളെ, നിങ്ങൾ തഖ്വയിൽ സ്ഥൈര്യം കാണിക്കുക. അള്ളാഹുവിനു വേണ്ടി
തഖ്വയുടെ ഗുണങ്ങളിൽ നിലകൊള്ളുകയും സ്ഥൈര്യം അവലംബിക്കുകയും ചെയ്താൽ അള്ളാഹു നിങ്ങൾക്കും അന്യർക്കുമിടയിൽ ഒരു വ്യതിരിക്തത ഉണ്ടാക്കുന്നതാണ്. ഈ വ്യതിരിക്തത എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പ്രകാശം ലഭിക്കുന്നതാണ്. ആ പ്രകാശവുമായി നിങ്ങൾ എല്ലാ മാർഗങ്ങളിലും ചരിക്കുന്നതാണ്. അതായത് പ്രസ്തുത പ്രകാശം നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളിലും വാക്കുകളിലും കഴിവുകളിലും ബോധ്യങ്ങളിലും ഉണ്ടായിരിക്കും. നിങ്ങളുടെ വിവേകത്തിലും പ്രകാശമുണ്ടാകും. നിങ്ങളുടെ നിഗമനങ്ങളിലും പ്രകാശമുണ്ടാകും. നിങ്ങളുടെ നേതൃത്വം പ്രകാശത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും. അള്ളാഹു നമുക്ക് തഖ്വയിൽ ചരിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകളെയും ദൗർബല്യങ്ങളെയും മറച്ചു വെച്ചുകൊണ്ട് എപ്പോഴും അവന്റെ ഔദാര്യം നമുക്ക് മേൽ വർഷിക്കുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.